ഇതിൽ എഴുതി കാണിക്കാം. തൽക്കാലം ഇത് നിവർത്തിയുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു സി പ്രോഗ്രാം എഴുതണം എന്നുണ്ടെങ്കിൽ what we are going to do is actually we need to learn the structure of the C program. Okay, so ipo namakku we know when someone is asking you your name, what is your name, then you will respond back with your name. When you go to a shop and if you're purchasing something, you are dealing with money, right? You are dealing with the numbers. So the data that you are dealing with, നിങ്ങൾ ഏത് ഇൻഫർമേഷൻ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ഡിപ്പെൻസ് അപ്പോൺ അതായത് ഏത് ടൈപ്പ് ഓഫ്, നമ്മൾ ഒരാളോട് പേര് ചോദിക്കുമ്പം നമ്മൾ പറയും പേര് എന്ന് പറയുന്നത് എന്ത് കാറ്റഗറി, അതൊരു ഇൻഫർമേഷൻ ആണ്, റൈറ്റ്? സോ അത് എന്ത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ചോദിച്ചാല് അത് പേരെന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആൽഫബറ്റ്സ് ആണ്, അല്ലെ? സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ബിലോങ്സ് ടു ദ കാറ്റഗറി. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, ഈ സ്ട്രിങ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, സ്ട്രിങ് എന്ന് പറയും. ഇനി നമ്മൾ ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ വി ആർ ഡീലിംഗ് വിത്ത് നമ്പേഴ്സ്. ഓക്കെ, സോ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തൊക്കെ വരാം? ഇപ്പം നമ്മൾ ഒരു 10 ബുക്ക് വാങ്ങിച്ചു, ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 50 rupees. ഓക്കെ, 50 rupees എന്ന് പറയുമ്പോൾ 50 is actually a value, it is a number and it belongs to which category? It is an integer number, അല്ലെ? 50 എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ ആണ്. ഓക്കെ, so namak if the amount is actually 50.5, it is not integer, it belongs to the number category, but it belongs to what? Decimal, right? appo decimal il nammal c il parayunnathu float ennaanu parayunnathu, floating point numbers ennaanu parayunnathu. So what we are learning now is actually data types in C. Okay, എന്താണ് ഡേറ്റ ടൈപ്സ് ഇൻ സി എന്ന് പറഞ്ഞാല് the type of information that we are dealing with is called data types. So അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ ഡീൽ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളോട് ഒരാൾ ഒരു പേര് ചോദിക്കുമ്പോഴോ, നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോഴോ നമ്മൾ കൊടുക്കുന്നില്ല ഗുഡ് മോർണിംഗ് നമ്മൾ പറയുന്നതോ, അതെന്ന് പറയുന്നത് നമ്മളൊരു കാര്യം നമ്മൾ അവതരിപ്പിക്കുക, ഇൻഫർമേഷൻ നമ്മൾ അവതരിപ്പിക്കുക, റൈറ്റ്? സോ ഗുഡ് മോർണിംഗ് മീൻസ് ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് GOOD, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, റൈറ്റ്? ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. പേര്, ഒരാളുടെ പേര് പറയാണ് എബിൻ, Ellen, പേര് പറയുമ്പോൾ it is a collection of characters. So it belongs to the category. The type of information is actually what? String data type. Okay, string. Okay, അപ്പൊ string എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ collection of characters ആണ്, right? So we don't have actually a string data type in C. We will say character. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക, something we write in quotation mark will be termed as a character. Okay, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് എഴുതുവാണ്, ഇറ്റ് ഈസ് ഇപ്പൊ നമ്മൾ ഈ കൊട്ടേഷൻ മാർക്കില് നമ്മൾ എഴുതുവാണ് ABC, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ കൊട്ടേഷനകത്ത് എന്ത് എഴുതി കഴിഞ്ഞാലും അത് എന്തായിട്ടാണ് ഞാൻ എടുക്കുന്നത്? അത് സ്ട്രിങ് ആയിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു പേര് എഴുതി അല്ലൻ, പക്ഷെ അതെന്താണ്? കൊട്ടേഷനിലാണ് എഴുതിയത്. ഇപ്പൊ ഞാനൊരു സംഭവം എഴുതി ഗുഡ് മോർണിംഗ് ഇൻ കൊട്ടേഷൻ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, GOOD, ഇതൊരു ക്യാരക്ടർ ആണ്. സ്പേസ് ആക്ച്വലി ഇറ്റ് ഇസ് എ ക്യാരക്ടർ. MORNING, ഇത് ഇത്രയും എന്താണ്? കൂട്ടമാണ്. ഇതിനാണ് എന്ത്? സ്ട്രിങ് എന്ന് പറയുന്നത്. പക്ഷെ വി ഡോണ്ട് ഹാവ് എ string data type in C. We name it as character array എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ നമ്പർ ഡേറ്റ ടൈപ്പിലെ നമ്പർ എന്ന് പറയുന്നത് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്പറുമായിട്ടാണ്. സോ നമ്പറിനകത്ത് എന്തൊക്കെ ടൈപ്പ് വരും എന്ന് വെച്ചാൽ ഡേറ്റ ടൈപ്പ് ഇന്റിജർ ടൈപ്പ് വരാം, ഫ്ലോട്ട് വരാം, ഓക്കെ, അല്ലെ കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് വരാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ബൂലിയൻ ഡേറ്റ. ഇപ്പൊ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഇതിനെ ഞാനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഈ പറയുന്ന ടേംസ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെങ്കിൽ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ബൂലിയൻ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഇന്റിജർ ഉണ്ട്, ഡെസിമൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയും. അതായത് ഡെസിമൽ നമ്പേഴ്സ്, പോയിന്റ് വരുന്ന നമ്പേഴ്സ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. ഇതൊക്കെയാണ് നമ്പേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ ടൈപ്പ് എന്താണ്? വാട്ട് ഈസ് ദ ഡേറ്റ ടൈപ്പ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ബേസിക് ഡേറ്റ ടൈപ്സ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്: ഇന്റിജർ, ഫ്ലോട്ട്, then complex data type, okay, complex, boolean, ഇതൊക്കെയാണ് എന്ത്? ബേസിക് ഡേറ്റ ടൈപ്സ്. ഇതെല്ലാം എന്താണ്? ബേസിക് ഡേറ്റ ടൈപ്സ് ആണ്. Okay, then to deal with the characters, if you write something in quotation mark, that is actually what ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. അതിന് നമ്മൾ ഇതിനെല്ലാം ഒരു കീവേഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോവാണ്.
നമ്മൾ ചുമ്മാ എഴുതുന്നത്. നമ്മൾ സി പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം വെച്ചിട്ടാണ് നമ്മൾ സി പഠിക്കുന്നത്. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം, രണ്ട് നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ രണ്ട് നമ്പർ വേണം. നമ്മൾ ആരുമായിട്ട് നമ്മുടെ ഇൻപുട്ട് എന്താണ്? രണ്ട് നമ്പർ. നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്തു വെച്ചോ. കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ ആദ്യമേ 5+2 ചെയ്യണം. ആദ്യം കൊടുക്കുന്ന നമ്പർ 5. 5 എന്താണ്? എനിക്കറിയാം 5 എന്ന് പറഞ്ഞ നമ്പർ ആണ്. ഇറ്റ് ബിലോങ്സ് ടു ഡേറ്റ ടൈപ്പ് ഇന്റിജർ. ഓക്കെ, അടുത്ത് 2 കൊടുത്തു. 2 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്. ഇറ്റ് ബിലോങ്സ് ടു ഡേറ്റ ടൈപ്പ് 2. എടോ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോയി കഴിഞ്ഞാൽ എനിക്ക് പിങ് ചെയ്യണം. ഞാൻ അറിയത്തില്ല, സ്ക്രീൻ ഷെയർ ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അറിയുകയല്ല. അപ്പം എനിക്ക് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് അയക്കണം. ഓക്കെ, മെസ്സേജ് അയക്കോ, ഈ നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഇല്ല ഞാൻ ചിലപ്പോൾ അറിയത്തില്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പം അതുകൊണ്ട് പറഞ്ഞ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താണ്? നമുക്ക് പ്രോഗ്രാം എഴുതണം. സിയിൽ ഒരു ബേസിക് പ്രോഗ്രാം എഴുതണം. എന്താ? രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് എന്താണ്, നമ്മുടെ ഡേറ്റ എന്താണ്, നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്പർ ആണ്. നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇന്റിജർ നമ്പർ ഉണ്ട്, ഡെസിമൽ നമ്പർ ഉണ്ട്, കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇന്റിജർ നമ്പർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇല്ലാത്തത്, ഡെസിമൽ എന്ന് പറഞ്ഞാല് പോയിന്റ് ഉള്ളത്. ഓക്കെ, ഡെസിമൽ പാർട്ട് ഉള്ളത്. പക്ഷെ ഡെസിമൽ നമ്പറിനെ നമ്മൾ സിയിൽ പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറുവാണ്. there are 10 number of students are there. A new guy is coming into the class and what you are going to do is you are going to introduce that person. അതിലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. പുതിയൊരു ആള് കയറി വരുവാണ്. അപ്പൊ നമ്മൾ പറയും, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു, എന്റെ പേര് ഇതാണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. അതേപോലെ നമുക്കൊരു പ്രോഗ്രാം എഴുതണം. അഡീഷൻ ഓഫ് 2 numbers. രണ്ട് നമ്പർ ആഡ് ചെയ്യണം. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറയണം എന്താണ് എന്റെ രണ്ട് നമ്പർ. ആദ്യം ഞാനത് പരിചയപ്പെടുത്തി കൊടുക്കണം. സോ ടു റൈറ്റ് എ C program we have declaration part. Okay, what is declaration? Declaration part എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എനിക്ക് രണ്ട് നമ്പർ ആണല്ലോ എന്റെ പ്രോഗ്രാം ആഡ് ചെയ്യുന്നത്. ആ രണ്ട് നമ്പർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇന്റിജർ നമ്പർ ആണോ ആഡ് ചെയ്യുന്നത്, ക്യാരക്ടർ അല്ല ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ അല്ലെ ഡെസിമൽ നമ്പർ തമ്മിലാണോ ആഡ് ചെയ്യുന്നത്, ഇത് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഡിക്ലറേഷൻ അല്ലെ. എനിക്ക് പറയുന്നത് ഞാൻ എന്റെ പേര് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, എന്റെ പേര് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കും എനിക്ക്, അതായത് ഞാൻ പേരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പേരെന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സോ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പൊ ഞാൻ ഒരു കാൽക്കുലേറ്റർ രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണെങ്കിൽ ഒരു കാൽക്കുലേറ്ററിൽ വി ഹാവ് നമ്പേഴ്സ്. ഞാൻ ആദ്യം 5 പ്രസ് ചെയ്യുമ്പോൾ ഈ സ്ഥലത്ത് 5 എന്ന് വരും. ഓക്കെ, അതായത് 5 ആണ് എന്റെ ഫസ്റ്റ് ഇൻപുട്ട്. അപ്പൊ ഞാൻ ഈ 5ന് വേണ്ടി ഒരു മെമ്മറി അലോക്കേറ്റ് ആകും അവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ 2 പ്രസ് ചെയ്യും. 2ന് വേണ്ടി ഒരു മെമ്മറി അവിടെ അലോക്കേറ്റ് ആകും. ഓക്കെ, എന്നിട്ട് 5ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് പുതിയൊരു മെമ്മറി സ്പേസിൽ പോയി എന്ത് ചെയ്യും? ഇതിന് റിസൾട്ട് വന്നിരിക്കും. അതാണ് യൂഷ്വലി ഹാപ്പൻസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഐ നീഡ് ടു ഡീൽ വിത്ത് നമ്പേഴ്സ്. സോ ടു ഡീൽ വിത്ത് 2 numbers വി നീഡ് 2 മെമ്മറി ലൊക്കേഷൻ. രണ്ട് പെട്ടി വേണം ഇതിന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പെട്ടി എന്ന് പറയുന്നത് ഇതാണ് എന്റെ ഫസ്റ്റ് പെട്ടി. ഓക്കെ, ആ ഫസ്റ്റ് പെട്ടിയുടെ പേരാണ് എ. ഇതാണ് വേരിയബിൾ. The named representation of a memory location is actually variable. That variable can have any values. It can be 5, it can be 10, it can be anything. But this variable, what my variable could be, that should be introduced first. Okay, so what I'm going to do is I'm going to declare it as int a. This is declaration part of a program. ഇത് ചെയ്ത് കാണിക്കും കേട്ടോ. int a. Every statement should end with what? Semicolon in a program. ഓക്കെ, അപ്പൊ ഞാൻ പറയുവാണ് ഇന്റ് എ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കും? A 2 byte memory space will be allocated for what? Will be allocated for the variable a. അതായത് 2 byte എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇന്റിജറിന് ഇരിക്കാൻ വേണ്ടുന്ന മിനിമം സ്പേസ് 2 byte ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഡിക്ലറേഷൻ പാർട്ട്. ഞാൻ പറയാൻ പോവാണ് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലേക്ക് എന്തേ ഇരിക്കത്തുള്ളൂ? ഇന്റിജറേ ഇരിക്കത്തുള്ളൂ. ഇന്റിജർ നമ്പറേ വെക്കാൻ പാടുള്ളൂ എന്ന് പറയുവാണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥലവും ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥലമുണ്ട്. സോ പെൺകുട്ടികളുടെ വേണ്ടിയുള്ള സ്ഥലം ഈസ് അലോക്കേറ്റഡ് ഓൺലി ഫോർ ഗേൾസ്. ഓക്കെ, നോ ബോയ്സ് ആർ സപ്പോസ് ടു ബി സിറ്റ് ഓൺ ദാറ്റ് പ്ലേസ്. സോ ആ പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ 10 സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ പെൺകുട്ടികൾ മാത്രമേ ഇരിക്കാൻ പറ്റൂ. അതുമാതിരി എ ഇസ് എ വേരിയബിൾ വിച്ച് ക്യാൻ ഹാവ് അലോക്കേറ്റ് ഓൺലി an integer value. That means if you write in the declaration part in the a means 2 byte space will be allocated in the memory space.
Okay, ഇത് മാതിരി if I want another variable to be declared, I am giving b. You can give വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിംഡ് ലൊക്കേഷൻ. ഈ മെമ്മറിയുടെ പേരാണ് എന്ത്, എ. ഈ മെമ്മറിക്ക് ഒരു അഡ്രസ്സ് കാണും, എന്തെങ്കിലും ഒരു അഡ്രസ്സ് 10505555 ഇങ്ങനെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് കാണും. എനിക്ക് ഇഷ്ടമുള്ള ഒരു അഡ്രസ്സ് പോലെ ഞാൻ ഇവിടെ 2000 എന്ന് കൊടുത്തു. എയുടെ അഡ്രസ് എന്താണ് 2000. 2000 ഈസ് റെഡി ടു റിസീവ് വാട്ട് ആൻ ഇന്റിജർ വേരിയബിൾ. ഓക്കെ, ഇന്റിജർ വാല്യൂ. അടുത്ത ഞാൻ ഡിക്ലെയർ ചെയ്യുവാണ് ഫ്ലോട്ട്. ഓക്കെ, വൈറ്റ് ബോർഡ് ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു ആക്ച്വലി. ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ another box is ready, another memory is allocated 4 byte for floating point values or decimal values. They need 4 byte of space. Okay, and the name of that box is actually b. B can have a decimal value, a floating point value. Okay, ഇതാണ് ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോ എഴുതുവാണ്. അപ്പം എനിക്ക് അതിന് മുന്നേ we have, so in the program we have okay, ഇന്ന് പ്രോഗ്രാമിന്റെ സിന്റാക്സ് ആ പറയുന്നത്. ഡിക്ലറേഷൻ പാർട്ട് ഉണ്ട്. ഓക്കെ, ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഇൻഫർമേഷനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ടൈപ്പ് ഓഫ് ദി ഇൻഫർമേഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു, വി ആർ ഗോയിങ് ടു ഡു അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. സപ്പോസ് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോ ഐ എം ഡീലിംഗ് വിത്ത് നമ്പേഴ്സ്. സോ ഐ എം ഗോയിങ് ടു ഡിക്ലെയർ വാട്ട് ഐ എം ഡീലിംഗ് വിത്ത് ഇന്റിജർ നമ്പേഴ്സ്. ഇന്റ് എ, ഇതാണ് ഡിക്ലറേഷൻ പാർട്ട്. എ ഈസ് എ വേരിയബിൾ. സോ വാട്ട് ഹാപ്പൻസ്, എ variable is created. A has some address location, something like 2000 or 2015, anything. So that means 2 byte memory space is ready. ഇതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ എവറി സി പ്രോഗ്രാം ഷുഡ് എൻഡ് വിത്ത് വാട്ട്, സെമിക്കോളൻ. അപ്പൊ ഞാൻ എനിക്കൊരു ഒരു ബി വേരിയബിൾ കൂടെ വേണം. സോ ഇതുമാതിരി തന്നെ വി ഹാവ് എ ബി മെമ്മറി ലൊക്കേഷൻ. സിൻസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് ഇന്റിജർ ഡേറ്റ ടൈപ്പ്, 2 byte memory space is allocated. It has some other memory location 2002 or something. Okay, we can have an integer value for b. ഇതാണ് ഡിക്ലറേഷൻ പാർട്ട്. ഓക്കെ, ഇനി ഞാൻ പറയുവാണ് I need to this is actually രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ എയും ബിയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എക്ക് വാല്യൂ കൊടുക്കണം. ഓക്കെ, എക്ക് കൊടുത്ത വാല്യൂ എത്രയാണ് 5. ഓക്കെ, ബി ഇസ് ഈക്വൽ ടു 10, ഞാൻ വാല്യൂ കൊടുത്തു. ഓക്കെ, ഇനി രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തിട്ട് എനിക്ക് മൂന്നാമത് ഒരു സ്ഥലത്താണ് കൊണ്ടുവെക്കേണ്ടുന്നത്. So I need a third variable. Okay, because മൂന്നാമത്തെ ലൊക്കേഷനിൽ എനിക്ക് വെക്കേണ്ട int c. That means I have a memory space c here. It may be in some other location 2005 or something else. So we have, and ഇതിന് പ്രസക്തി ഇല്ല, just giving some address location, that's it. Already ഇത് allocate ആയപ്പോൾ 2 byte space ready ആയി. So ഈ 2 byte spaceൽ എനിക്ക് എന്ത് വരണം, എയുടെയും ബിയുടെയും സം വരണം. So what I'm going to write here, a plus b. കണ്ടോ, അപ്പൊ എന്ത് ചെയ്യും, എക്കകത്ത് എന്തായിരിക്കുന്ന 5, ബിക്കകത്ത് എന്തായിരിക്കുന്ന 10. ഇത് കണ്ടോ എങ്ങോട്ടാ വെക്കുന്നത്, സിയിലോട്ടാ വെക്കുന്നത്. സോ ദിസ് റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ സി. അതായത് 5 പ്ലസ് എത്രയാ 10 പ്ലസ് 5 എനിക്ക് എന്ത് വരും 15. ഇപ്പൊ വന്നു കണ്ടോ സിയിലേക്ക്. സി വാസ് റെഡി ടു റിസീവ് ആൻ ഇന്റിജർ നമ്പർ, സി ഈക്വൽ ടു എ പ്ലസ് ബി, സി ഹാസ് നൗ 15. കണ്ടോ, ഇങ്ങനെയാണ് ഈ സംഭവം എഴുതുന്നത്. ഇതാണ് ഒരു പ്രോഗ്രാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു ലോജിക്ക്. രണ്ട് നമ്പറുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഹൗ മെനി ഇൻപുട്സ് ഡു ഐ ഹാവ്? 2 ഇൻപുട്സ്, because my program is to write addition of 2 numbers. So how many minimum input needed? 2 inputs. Okay, I need to add 2 numbers and have to be stored in some other location. So C variable is to store the result. A is equal to 5, B is equal to 10. A is assigned with 5 and B is assigned with. So this box will be filled with 5 and 10. Okay, C has A plus B. C plus വെച്ചിട്ട് രണ്ടുകൂടെ ആഡ് ചെയ്ത് സിയിലേക്ക് വന്നു. ഇനി ഇത് കാണണം. ഓക്കെ, സോ വി നോ നമുക്ക് ഔട്ട്പുട്ട് കാണണമെങ്കിൽ, ഇത് റൺ ചെയ്ത് ഔട്ട്പുട്ട് കാണണമെങ്കിൽ വി ഹാവ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇൻ സി. സോ വാട്ട് ഈസ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇൻ സി? ഔട്ട്പുട്ട് ഫംഗ്ഷൻ എങ്ങനെയാ എഴുതുന്നത്? ഓക്കെ, സോ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി printf. കേസ് സെൻസിറ്റീവ് ആണ്, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. printf ഈസ് എ ഫംഗ്ഷൻ. കണ്ടോ, ഇങ്ങനെ എഴുതും. ഇതിനകത്ത് എന്ത് എഴുതിയാലും ഓക്കെ അത് നമുക്ക് വെളിയിൽ കാണും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ചുമ്മാ ഒരു പ്രോഗ്രാമിൽ കൊട്ടേഷനിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് എവിടെ എഴുതുന്നത്? printfലാണ് എഴുതിയെങ്കിൽ അത് അതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കൊട്ടേഷനിൽ എഴുതുന്ന എന്താണ്? സ്ട്രിങ് ആണ്. ഇപ്പൊ കാണാം, കാണിച്ചു തരാം. ഓൺലൈൻ സി കമ്പൈലർ എടുക്കുന്നു, കണ്ടോ,
ഓൺലൈൻ സി കമ്പൈലർ എടുത്തു. ഇതിനകത്ത് വേണ്ട നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമേ സി പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം io.h കണ്ടോ. എന്നിട്ട് ആ സി പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻസ് അറ്റ് ഓപ്പണിംഗ് ബ്രേസസ് ആൻഡ് ക്ലോസ് അറ്റ് ക്ലോസിംഗ് ബ്രേസസ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം ഇരിക്കുന്നത്. ഓക്കെ, അതിന്റെ തലക്കെട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഹാഷ് ഇൻക്ലൂഡ് എന്ന് എഴുതി കൊടുക്കണം. അത് എന്നാന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മൾ ഞാൻ ആദ്യം പഠിച്ചത് എന്താ, നമ്മുടെ പ്രോഗ്രാമിനകത്ത് ആദ്യം എന്താ ഉള്ളത്, ഡിക്ലറേഷൻ പാർട്ട് ഉണ്ട്. ഇത് എടുക്കത്തില്ല, ഇത് ഞാൻ ചുമ്മാ കാണാൻ വേണ്ടി എഴുതുവാണ്. ഈ പച്ച കളറിൽ വരുന്ന സാധനം എടുക്കത്തില്ല, പ്രോഗ്രാം അല്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഡിക്ലറേഷൻ പാർട്ടും ഉണ്ട്, എക്സിക്യൂഷൻ പാർട്ടും ഉണ്ട്. ഡിക്ലറേഷൻ പാർട്ട് എന്ന് വെച്ചാൽ ഞാൻ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള. ഇവിടെ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാൻ പോവല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇൻഡ് എ, ഓക്കെ, കോമ, ഇങ്ങനെ വേണേലും എഴുതാം. ഓക്കെ, ഇൻഡ് ബി, ഓക്കെ, ഇൻഡ് സി. ഓക്കെ, എക്കും ബിക്കും ആണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കീവേഡ് that is used for representing integer numbers. So a is a variable, 2 byte memory space is allocated, which can have what, an integer type value. Integer keyword int കണ്ടോ, keywords എല്ലാം ബ്ലൂ കളറിലാണ് വരുന്നത്. ബിയിലും ഇന്റിജറെ വെക്കാൻ പാടുള്ളൂ, അവിടെ കൊണ്ട് ഡെസിമൽ വാല്യൂ വെക്കാൻ പറ്റത്തില്ല. കാര്യം ഡെസിമൽ വാല്യൂസിന് 4 ബൈറ്റ് സ്പേസ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് മാങ്ങ ഇരിക്കാനായിട്ട് ഒരു സ്ഥലം അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് നമുക്ക് ഒരു വലിയ ഒരു എന്നാ പറയുന്ന ഒരു തേങ്ങ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അതുമാതിരി ഇന്റിജർ ക്യാൻ ഹാവ് ഓൺലി 2 ബൈറ്റ് സ്പേസ്. ഇന്റിജർ കനോട്ട് അലോക്കേറ്റ് ഫ്ലോട്ട് വാല്യൂസ്. ഓക്കെ, കൂടുതൽ സ്പേസ് വേണം. സോ ഫ്ലോട്ട് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോഴേ ഓട്ടോമാറ്റിക്കലി 4 ബൈറ്റ് സ്പേസ് അവിടെ അലോക്കേറ്റ് ആവും. ഇപ്പൊ ഡിക്ലറേഷൻ പാർട്ട് കഴിഞ്ഞു. ഓക്കെ, then in a C program, body of the C program, we have execution part as well. Okay, so beginning of the C program എങ്ങനെ അറിയുന്നത്, ഈ ബ്രേസസ് ഓപ്പൺ ചെയ്തു, ഈ ബ്രേസ് ക്ലോസ് ചെയ്തു. ഓക്കെ, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, void main കണ്ടോ, ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഒരു ബോഡി ഓഫ് ദ സി പ്രോഗ്രാം നമുക്ക് എന്തുണ്ട്, ഡിക്ലറേഷൻ പാർട്ടും ഉണ്ട്, എക്സിക്യൂഷൻ പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് മുന്നേ എന്തൊക്കെ ഞാൻ എഴുതി ചേർത്തോ, ഹാഷിങ്ങളോട് stdio.h എന്ന് എഴുതി വെച്ചു. മെയിൻ എന്ന് ഇതൊരു ഫംഗ്ഷനാ. ഇതൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സി പ്രോഗ്രാം തുടങ്ങുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഓക്കെ, സി പ്രോഗ്രാം ബിഗിൻസ് ആൻഡ് എൻഡ്സ്, ഓക്കെ, വിത്ത് വാട്ട്, opening curly brace. Okay, begins and ends, but begins with the main function. Okay, main എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കണ്ടോ. മെയിൻ ഫംഗ്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് ഇങ്ങനെ ഇരിക്കും. മെയിൻ ഫംഗ്ഷൻ ആൻഡ് വിത്ത് എന്താണ്, ഈ കേളി ബ്രേസ്. ഓക്കെ, ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് കേളി ബ്രേസ്. കണ്ടോ, ഇങ്ങനെയാണ് സി പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പൊ ഇത് കണ്ടോ, മെയിൻ ഫംഗ്ഷൻ തുടങ്ങി, വോയിഡ് എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ തുടങ്ങി, ഇവിടെ അവസാനിക്കും. ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂഷൻ പാർട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്, a = 5 സെമികോളൻ, b = 10 സെമികോളൻ. കണ്ടോ, അപ്പൊ ഞാൻ രണ്ട് വാല്യൂസ് എക്കും ബിക്കും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, printf എന്തിനാണ്, printf is actually what, it is an output function. ഓക്കെ, ഈ പച്ച കളറിൽ വരുന്ന ഈ രണ്ട് ഡബിൾ സ്ലാഷ് ഇട്ട് എഴുതുന്ന ഒരു സാധനവും എടുക്കത്തില്ല, കമ്പൈലർ എടുക്കത്തില്ല. കമന്റ് ലൈൻസ് എന്ന് പറയാതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുക. ഈ printf ഫംഗ്ഷന്റെ സിന്റാക്സ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഞാനുണ്ടല്ലോ ഹലോ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹലോ പ്രിന്റ് ചെയ്ത് കാണിക്കും. കണ്ടോ, ഹലോ. ഇപ്പൊ ഹെലോ എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് മാത്രം എഴുതി കൊടുത്താൽ, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇതൊന്നും വേണ്ട, പകരം എന്ത് മാത്രം മതി, ഈ printf-നകത്ത്, because printf is actually output function. What is output function? After you compile and run the program, you need to display something on the output screen. This is your output screen. So to get something on the output screen, we need what? Printf function. So printf is actually what? Output function. Okay, so if you write simply printf and in the bracket, function എങ്ങനെ തിരിച്ചറിയുന്നത്, C bracket കണ്ടോ. ഈ printf എന്ന് പറയുന്നത് it is in a purple color. That means it has a predefined meaning in the software. C software already അതിനൊരു മീനിങ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഹലോ ഈ കൊട്ടേഷനകത്ത് എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഓക്കെ, സോ ഇഫ് യു റൈറ്റ് സംതിങ് ഇൻ ദ printf function,
അങ്ങനെയാ പ്രിന്റ് ഓഫ് ഒരു ഫംഗ്ഷൻ ആണെന്ന് അറിയുന്നത്. ഓപ്പണിംഗ് സി ബ്രാക്കറ്റ്, ക്ലോസിംഗ് സി ബ്രാക്കറ്റ്. എവരി സ്റ്റേറ്റ്മെന്റ് ഷുഡ് എൻഡ് വിത്ത് സെമി കോളൻ. ഇപ്പൊ ഇതൊന്നും ഇല്ലാന്ന് വെച്ചോ, കൺട്രോൾ എക്സ്. ഓക്കെ, ഇത്രയും മാത്രം മതി. ഓക്കെ, സോ വെൻ യു റൺ ദ പ്രോഗ്രാം യു ഗെറ്റ് വാട്ട്? ഹലോ. Okay, because you are only going to display what? Hello. So to display something on the screen, we need what? Output function. So if you write, see, hello world, this is your first program. See, when you run the code, you can see hello world because it is written in the printf function. Printf function the syntax kando. Printf open C bracket, close C bracket, open quotation, close quotation. You are writing something here. It will be displayed as it is. So C program begins with the main function, opening curly brace, closing brace. In between, if you write a printf statement, it will be displayed like this. അത്രേ ഉള്ളൂ, മനസ്സിലായോ? ഇനി ഈ printf എന്ന് പറയുന്നത് I told you, no, it is already has a inbuilt function ആണ്. Inbuilt function means it has a predefined meaning. Okay, so ഇതിന്റെ meaning എവിടെയാണെന്ന് ചോദിച്ചാൽ stdio.h ലാണ് ഇതിന്റെ meaning. .h means header file. തലക്കെട്ടിലാണ് ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സിൻടാക്സ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. stdio means standard input output function. This is output function, right? So this output function printf, its meaning is already defined in the library stdio. Okay, അതായത് നിങ്ങൾ ഒരു ലൈബ്രറി പോകുമ്പോൾ അവിടെ ഒത്തിരി ബുക്കുകൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ ബുക്കിൽ ഒരു ബുക്ക് എടുത്തു, ഡിക്ഷണറി എടുത്തു. ആ ഡിക്ഷണറി എടുക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി മീനിങ് ഉണ്ട്. സോ ഡിക്ഷണറി ഈസ് ആക്ച്വലി എ ലൈബ്രറി തിങ്. ഒരു ലൈബ്രറിയിൽ ഉണ്ടാകുന്ന സാധനമാണ്. അതിനകത്ത് നിങ്ങൾക്ക് പല വേർഡ്സിന്റെ മീനിങ് അറിയാൻ പറ്റും. അതുപോലെ പ്രിന്റഫിന്റെ മീനിങ് ഇരിക്കുന്ന ലൈബ്രറിയാണ് ലൈബ്രറി ഫയൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടേം ലൈബ്രറി ഫയൽ എന്നാണ്. അത് ഏത് ഫയലിലായിരിക്കുന്നത്? stdio ഫയൽ. std മീൻസ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് പ്രിന്റഫ്. ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ വേറെ പഠിക്കും, സ്കാൻഎഫ് എന്ന് പറഞ്ഞ് പഠിക്കും. ഓക്കെ, അത് പിന്നെ പഠിക്കാം. അപ്പൊ ഇത് എവിടെ എഴുതിയിരിക്കുന്നത്? ഹെഡറിലാണ് എഴുതിയിരിക്കുന്നത്. .h ഹെഡർ, അതായത് നമ്മുടെ തലക്കെട്ടിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആ ബുക്കിനെ മൊത്തത്തോടെ ഞാൻ ഈ ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ പ്രിന്റഫ് എടുത്തത്. ഇതില്ലായിരുന്നു എന്ന് വെച്ചോ, ഈ സാധനം ഇല്ല എന്ന് വെച്ചോ, കമന്റ് ചെയ്യുവാണ് ഇതിന്. ഇത് ഇല്ല എന്ന് വെച്ചോ, ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്യുമ്പം എന്ത് വരും? എറർ വരും. കാര്യം ഇറ്റ് ഈസ് നോട്ട് ഐഡന്റിഫൈഡ്. printf എനിക്ക് എന്നാന്ന് അറിയത്തില്ല. So they are telling the printf function meaning is defined in the library file stdio, standard input. അത് ഹെഡറിൽ എഴുതൂ, അതിനെ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്തു? അതിനെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചപ്പോ കണ്ടോ, എല്ലാം നീല കളറിലായി. കണ്ടോ? ഹാഷ് ഇൻക്ലൂഡ് stdio. ഓക്കെ, ഹലോ വേൾഡ്. സി, ഇതാണ് ഒരു സിമ്പിൾ സി പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കഥ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് അല്ലേ? ഡിക്ലറേഷൻ പാർട്ടുണ്ട്, എക്സിക്യൂഷൻ പാർട്ടുണ്ട്. 2 നമ്പർ ഇൻപുട്ട് കൊടുക്കണം. ഈ 2 നമ്പർ അതാത് സ്ഥലങ്ങളിൽ പോയിരിക്കണം. 2 സ്ഥലത്തുനിന്ന് നമ്പർ represent ചെയ്യാൻ വേരിയബിൾസ് A, B, C are the variables here. Okay, what are variable? Variable can have any values. I have declared my variable as integers, int A, int B, int C. So 2 byte memory space allotted for A, 2 byte for B, 2 byte for C. So A is allocated with the value 5, B is allocated with the value 10. Both are integers, so no problem here. A and B will to be added. So ഇതിപ്പോ എനിക്ക് പ്രോഗ്രാം മാറ്റി ഞാൻ ഇത് കളയുവാണ്. ഓക്കെ, ഞാൻ ഇതിപ്പോ പ്രോഗ്രാം 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യും. എക്സിക്യൂഷൻ പാർട്ടിൽ ഞാൻ എന്ത് ചെയ്തു? C = A + B 2 നമ്പർ ആഡ് ചെയ്തു. എവിടെ ഇരിപ്പുണ്ട്? സിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ സിയിൽ ഇരിക്കുന്ന സാധനം എടുക്കണം. എനിക്ക് എങ്ങനെ ഇങ്ങനെ എഴുതുന്ന തെറ്റാണ്. പ്രിന്റഫ് എന്ത് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. മനസ്സിലായോ? സിയിലെ A + B ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? സിയില് എയുടെയും ബിയുടെയും വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ ആയിരിക്കും. ആ ഇന്റിജർ നമ്പറിനെ റിട്രീവ് ചെയ്യൂ എന്ന് പ്രോഗ്രാമിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഇന്റിജർ നമ്പേഴ്സ് വിൽ ബി റെപ്രസെന്റഡ് ബൈ എ ഫോർമാറ്റ് സ്പെസിഫൈഡ് %d. നോട്ടാണത്, ഇന്റിജർ നമ്പർ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇന്റിജേഴ്സ് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ the format specifier %d. ഇത് വെച്ചിട്ടാണ് അറിയുന്നത്. അപ്പൊ എങ്ങനെ എഴുതണമെന്ന് അറിയാവോ? ഇങ്ങനെ എഴുതുന്നത് %d in quotation, comma
സി ഇങ്ങനെ എഴുതണം. അതിന്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ സി ഹാസ് ആൻ ഇന്റിജർ വാല്യൂ വിച്ച് ഷുഡ് ബി റിട്രീവ്ഡ്. ഇന്റിജർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ഏതാ? പെർസെന്റേജ് ഡി. സിയിലിരിക്കുന്ന അതായത് ഒറ്റ വാല്യൂ ഡിസ്പ്ലേ, സിയിൽ ഉത്തരം ഇരിപ്പുണ്ട്, സിയിലിരിക്കുന്ന ഉത്തരം സി എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്റിജർ നമ്പറിനെ അറിയപ്പെടുന്ന ഫോർമാറ്റ് സ്പെസിഫയർ പെർസെന്റേജ് ഡി ആണ്. സിയിലിരിക്കുന്ന ഇന്റിജർ നമ്പർ എടുക്കൂ എന്നാണ് അർത്ഥം. കണ്ടോ 15 വന്നു. ഇതിങ്ങനെ എഴുതിയില്ല ഉത്തരം കിട്ടത്തില്ല, മനസ്സിലായി? If you want a message, you can give it in quotation marks. The resultant value, okay, value is, കണ്ടോ പെർസെന്റേജ് ഡി കൊട്ടേഷനിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ റിസൾട്ടന്റ് വാല്യൂ ഈസ് എന്ന് വരും. ഇത് റൺ ചെയ്ത് വരും. റിസൾട്ടന്റ് വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ 15 വന്നു. കാര്യം എന്താ? പെർസെന്റേജ് ഡി, സി ഹാസ് എൻ ഇന്റിജർ വാല്യൂ, സിയിലിരിക്കുന്ന ഇന്റിജർ വാല്യൂ എടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് എയും ബിയും പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചോ. പ്രിന്റ് എങ്ങനെ എഴുതണം? ദ വാല്യൂ ഓഫ് എ ഈസ്, മെസ്സേജ് വരും. എയിൽ എന്താ ഇരിക്കുന്നത്? ഇന്റിജർ അല്ലേ, പെർസെന്റേജ് ഡി. അപ്പൊ എയിലല്ലേ ഇരിക്കുന്നത്, എ എഴുതണം. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? എയുടെ വാല്യൂ തെളിഞ്ഞു വരും. എയുടെ വാല്യൂ എന്താണ്? 5. അത് തെളിഞ്ഞു വരും. പേസ്റ്റ് ചെയ്തു. ദ വാല്യൂ ഓഫ് ബി ഈസ്, ബിയുടെ വാല്യൂ തെളിഞ്ഞു വരും. ഇവിടെ ബി കൊടുക്കണം, പെർസെന്റേജ് ഡി കൊടുക്കണം. റിസൾട്ടന്റ് വാല്യൂ. ഇപ്പൊ ഈ പ്രോഗ്രാം നമുക്ക് നോക്കാം. സി ഇവിടെ ഒരു ന്യൂ ലൈൻ കൊടുക്കണം. എന്നാല് ന്യൂ ലൈൻ ഈസ് പുതിയപ്പോ ഇത് കണ്ടോ ഒട്ടിയല്ലേ ഇരിക്കുന്നത്. എനിക്ക് അടുത്ത ലൈനിൽ വരുന്ന അടുത്ത സാധനം ഞാൻ ഇവിടെ ഒരു ന്യൂ ലൈൻ /n എന്ന് കൊടുത്താൽ ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കുമ്പോ കാണാം എന്തോ ദ വാല്യൂ ഓഫ് എ ഈസ് 5 ആൻഡ് ഇറ്റ് ഷുഡ് പോയിന്റ് ടു ദ നെക്സ്റ്റ് ലൈൻ. അത് ഞാൻ ന്യൂ ലൈൻ എഴുതി കൊടുത്തത്. ഇങ്ങനെ വേണം എഴുതി കൊടുക്കാൻ. ഓക്കെ, വാല്യൂ ഓഫ് ബി ഈസ് 10 ആൻഡ് ദ റിസൾട്ടന്റ് വാല്യൂ ഈസ് 15. മനസ്സിലായോ? ഇതാണ് രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊരു ബേസിക് പ്രോഗ്രാം ആണ്. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ആക്ച്വലി സി പ്രോഗ്രാം. ടു ഗിവ് an introduction, C program begins with the function main. ഇത് വേറെ പേരിൽ എഴുതാൻ പറ്റത്തില്ല, മെയിൻ. ഓക്കെ, ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ സി ബ്രാക്കറ്റ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഓപ്പണിംഗ് കർലി ബ്രേസ്, ക്ലോസിംഗ്. ഇൻ ബിറ്റ്വീൻ വി ക്യാൻ റൈറ്റ് എനിത്തിങ്. ഓക്കെ, ഞാൻ ജോലിക്ക് പോകുന്നോണ്ടാണ് ഭയങ്കര ക്ഷീണ, വേറൊന്നും തോന്നരുത് കേട്ടോ. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ടയേർഡ് ആവുന്നുണ്ട്, ഭയങ്കര ക്ഷീണം. കേൾക്കാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു, കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെയായിരിക്കും, പക്ഷെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് സെക്കൻഡ് ക്ലാസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഒന്ന് നോക്കിയിട്ടിരുന്നാലേ സെക്കൻഡ് ക്ലാസ് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തിയറി ഞാൻ പറഞ്ഞുതരാം. തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ സി പ്രോഗ്രാം ബിഗിൻസ് വിത്ത് ദ മെയിൻ ഫംഗ്ഷൻ main, opening C bracket, close. Anything comes along with the C brackets or parentheses is called what? A function. So this is a block. So C program is actually a procedure oriented programming language. That is, it is a function. It is a module. Okay, that means if you have a larger problem to be solved, നിങ്ങളുടെ അടുത്ത് വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രോബ്ലത്തിനെ കുഞ്ഞു പ്രോബ്ലം ആയിട്ട് മുറിച്ചിട്ട് ഈച്ച് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ആ എൻറ്റയർ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അതുമാതിരി സി പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ടാസ്ക് ആണോ ചെയ്യുന്നത് അതൊരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ടായിരിക്കും എഴുതുന്നത്. ആൻഡ് ദ ബ്ലോക്ക് ബിഗിൻസ് വിത്ത് ദിസ് ആൻഡ് ദ ബ്ലോക്ക് എൻഡ്സ് വിത്ത് ദിസ്. In between we can write declaration part and execution part. Okay, so declaration part means declaring the information that you are going to deal with in the program. That is variable declaration. Why do we need variables? Variables are actually labeled memory locations. Okay, so what are the different memory allocations? That is different depending upon the type of the data that you are dealing with, the type of information that you are dealing with. The data type may vary. Data types are, the basic data types are integer, decimal is termed as floating point numbers, float, okay, complex, boolean, character. Okay, that I will tell you later. But the basic data types integer,
use the keyword int. Int a means 2 byte memory space is allotted. Okay, if you are declaring as a float a, 4 byte memory space will be allocated. Okay, so a is assigned with value. How do you assign your value a? It is using equal to is actually what? Assignment operator. Equal to എന്താണ്? Is assignment operator. Operator പഠിച്ചപ്പോ ഒരെണ്ണം assignment operator. Okay. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? Plus പഠിച്ചു. Plus is actually what? Arithmetic operators. Okay. Arithmetic operator. Okay. Then we have learned another function, output function, printf function. If you write something in quotation mark inside the printf function, it will be displayed as it is. If you stored a value in a particular variable, നിങ്ങളൊരു വേരിയബിളിനകത്ത് ഈ സാധനം എന്ത് ചെയ്തുവാണ്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുവാണ്. സിക്കകത്ത് എന്തിരിപ്പുണ്ട്? ഒരു വാല്യൂ ഇരിപ്പുണ്ട്. എന്ത് വാല്യൂ ആയിരിക്കുന്നത്? ഇന്റിജർ വാല്യൂ. ഇതിനെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തെഴുതണം? പ്രിന്റ്എഫ് എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാനായിട്ട്. പക്ഷേ എന്തെഴുതണം? സിയിലിരിക്കുന്നത് ഇന്റിജർ വാല്യൂ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. %d ആണ് ഫോർമാറ്റ് സ്പെസിഫയർ ഫോർ ഇന്റിജർ. സി സിയിലിരിക്കുന്ന ഇന്റിജർ വാല്യൂവിനെ പുറത്തേക്ക് എടുക്കൂ, അതിനെ സ്ക്രീനിൽ കാണിക്കൂ. അതാണ് പ്രിന്റ്എഫ്. ഓക്കെ, ഒരു എയിലിരിക്കുന്ന ഒരു വാല്യൂവിനെ പ്രിന്റ് ചെയ്ത് കണ്ടോ? എയിലിരിക്കുന്ന ഇന്റിജർ വാല്യൂ, ബിയിലിരിക്കുന്ന ഇന്റിജർ വാല്യൂ കണ്ടോ? ഇതാണ് ബേസിക് പ്രോഗ്രാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്താണ്? പ്രിന്റ്എഫ് ഫംഗ്ഷൻ. സോ പ്രിന്റ്എഫ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. Output function, it already has a predefined meaning, which is already explained in the library, standard library stdio, standard input output library. It is written as a header file, so we have used .h, stdio, standard input output function. One output function we use here is printf function. Okay, it is a library file which should be included before I write the program. Okay, so this is called a preprocessor directive. Preprocessor directives. എന്ന് പറഞ്ഞാൽ എന്താണ്? Before you process the program, it is included, the program is included with this library. അതായത് ഒരു ക്ലാസ്സിൽ ടീച്ചർ ഒരു കുട്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്തതിന് മുന്നേ വരുന്നിട്ട് പറയാണ്, ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ബോയ് ആണ് ജോയിൻ ചെയ്യുന്നത്, ആളിച്ചിരി പ്രശ്നക്കാരനാണ്, പക്ഷെ നന്നായിട്ട് പഠിച്ചോളൂ, ഇങ്ങനെയൊക്കെ കുറെ ഇൻഫർമേഷൻസ് കൊടുക്കുവാണ്. ബിഫോർ ഹി entered into the class, before he become a part of the class, the teacher is giving an intro. So like that, before I have to use printf statement, that is output function, I'm introducing the detailed explanation of printf statement in the program using preprocessor directives. Okay, that is hash include stdio.h. That is, it is a header file. Stdio means input and output function. We can directly use it in the program. Okay, so main program, open to close it. So anybody who is using laptop or he is using mobile phone, you can use online C compiler. You can try it out this program and see how the output works. You can simply try it out. The programs like a Hello World program, writing in the printf statement. Also, you may try it out, all these things. You can make it as float. See, float. Float. So for the floating point variables, you use the %f as a format specifier. So a is having a float value, get that float value from there and another. So you can directly give a 5.5 because a can have float value. Okay, b is having an integer value, it can be retrieved using the %d. Then c has what? You can a and b add ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരു ഫ്ലോട്ട് വാല്യൂ അല്ലേ കിട്ടുന്നത്. So declare it like a float, and c value should be displayed. You can re-edit like %. Okay, fine. Floating point values. Understood? No? ഇതാണ് ഒരു ബേസിക് പ്രോഗ്രാം. ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂഷൻ പാർട്ട്. Declaration part, we will announce the program that these are the variables that you are going to be used,
ആൻഡ് ദ ഡേറ്റ ടൈപ്പ്, ഇതൊക്കെ ഇതിനകത്ത് കാണും. ഓക്കെ, ഇത്രയാണ് ബേസിക്സ്. സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാ, പ്രോഗ്രാം എഴുതി പഠിക്കാൻ. സബ്ട്രാക്ഷൻ ഓഫ് 2 numbers. ഓക്കെ, സെയിം പ്രോഗ്രാം, ഇനി 2 numbers വേണ്ട, സബ്ട്രാക്ഷൻ ഓഫ് 3 numbers ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, പ്രീ പ്രോസസർ ഡയറക്റ്റീവ് വേണം, ഹാഷ് ഇൻക്ലൂഡ് stdio.h, because I'm going to use printf function here. Main തുടങ്ങണം, void main. Void means it is returning nothing to the operating system. Okay, ഒന്നും കൊടുക്കുന്നില്ല, OS അല്ലേ ഈ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നത്. സോ ഹിയർ ഐ ആം ഗോയിങ് ടു ഡിക്ലെയർ ലൈക്ക് ഫ്ലോട്ട്, എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഫ്ലോട്ട് num1. സി, number 1 വേരിയബിൾ num1, then float num2. സി, then എനിക്കൊരു റിസൾട്ട് വേണം, ഫ്ലോട്ട് റിസൾട്ട്. 3 നമ്പറിന്റെ സബ്ട്രാക്ഷൻ അല്ലേ, സോ ഐ നീഡ് 1 more വേരിയബിൾ. അപ്പൊ റിസൾട്ടിൽ എന്ത് വരണം, റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. എങ്ങനെ വരും പ്രോഗ്രാം, റിസൾട്ട് ഈക്വൽ ടു എന്തൊക്കെ വേരിയബിളാണ് യൂസ് ചെയ്തേക്കുന്നത്, num1 മൈനസ് num2 മൈനസ് num3. ഫൈൻ. ഇങ്ങനെ എഴുതുന്നോണ്ട് കുഴപ്പമുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം, printf എന്ത് ചെയ്തു, the result is, കണ്ടോ, with the message the result is, എന്താണ് സിയിലിരിക്കുന്ന, റിസൾട്ടിൽ ഇരിക്കുന്നത് ഫ്ലോട്ട് വാല്യൂ അല്ലേ, ഫോർമാറ്റ് സ്പെസിഫയർ ഏതാ, പെർസെന്റേജ്, കോമ, എന്നിട്ട് എന്ത് ചെയ്തു, റിസൾട്ട്. ഇങ്ങനെ ഒരുമിച്ച് എഴുതാൻ പറ്റുന്നു. ഇതെന്നാ എഴുതാൻ പറ്റും, ഞാനത് അണ്ടർസ്കോർ ആയിട്ടുണ്ട്, അതുകൊണ്ട് -l. സി, റിസൾട്ട് വന്നു. വന്നു. num1 വാല്യൂ കൊടുത്തിട്ടില്ല, 3 വാല്യൂ കൊടുക്കണ്ടേ. num1 is equal to എന്ത് വന്നു, 10. ഓക്കെ, num2 is equal to 5, num3 is equal to 2. 3 വാല്യൂ കൊടുത്തു. ഇനി റൺ ചെയ്ത് കൊടുക്കാം. 10 - 5 എത്രയാ, 5. 5 - 2 എത്രയാ, 3. കണ്ടോ, റിസൾട്ട് എന്തിലാ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. കാര്യം എന്താ, പെർസെന്റേജ് f ആൻഡ് റിസൾട്ട്. റിസൾട്ട് ഇസ് ഡിക്ലെയർഡ് ആസ് വാട്ട്, ഇസ് ഡിക്ലെയർഡ് ആസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും നോട്ട് എഴുതുന്നുണ്ടോ എനിക്കറിയാൻ വയ്യ. പക്ഷെ അല്ലാതെ പഠിക്കാനായിട്ട് ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദ സെയിം പ്രോഗ്രാം വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, വേറൊരു സാധനങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വെള്ളം കുടിച്ചിട്ടോട്ടെ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ കൊള്ളായിരുന്നു. അതായത് എന്തുവരും, അതായത് എനിക്ക് 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 നമ്പർ പോരെ, മതി. മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ സ്റ്റാർ. കണ്ടോ, num1 സ്റ്റാർ num2. അപ്പം എന്തുവരും, 50 എന്ന് വന്നു. 50.000 എന്ന് വന്നു. കാര്യം എന്താണ്, 50 എവിടെ ആയിരിക്കുന്നത്, റിസൾട്ടിലാണ്. റിസൾട്ട് എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ. ഫ്ലോട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനെ, ഡെസിമൽ വാല്യൂവിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ള സാധനമാണ് വേണമെങ്കിൽ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഡിവിഷൻ ചെയ്യുമ്പോൾ പോർഷൻ വരും. 10/5 എത്ര കിട്ടും, 2. 2.000 എന്ന് വരും. കാര്യം അത് ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു സാധനമുണ്ട്, ഡബിൾ സ്ലാഷ്. ഈ ഡബിൾ സ്ലാഷ് എന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ,
ഓ ഡബിൾ സ്ലാഷ് അല്ല, ഡബിൾ സ്ലാഷ് ഇല്ല, അത് പൈത്തണിലാണ്. പെർസെൻറ്റേജ് പെർസെൻറ്റേജ് നമ്പർ പെർസെൻറ്റേജ് നം2 എന്ന് പറഞ്ഞാൽ 10% 5 അല്ല, 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യും, എന്നിട്ട് അതിന്റെ റിമൈൻഡർ എടുക്കും. ഓ സെമിക്കോളൻ, സെമിക്കോളൻ ഇടാൻ മറന്നു പോയതാ. Every statement should end with a semicolon. നമ്പറിനകത്ത് തന്നെ ഇരിക്കുന്നേ, നമ്പർ invalid operands to binary percentage are float and float. Oh, ഇത് ഇന്റിജറിൽ കൊടുത്താല് രണ്ട് നമ്പർ തന്നെ ആഡ് ഡിവൈഡ് ഇന്റ് 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 അപ്പൊ പെർസെന്റേജ് എന്നാന്ന് വെച്ചാൽ റിമൈൻഡർ ആണ്. റിമൈൻഡർ ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്റ്റാർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ് ഫോർ ഡിവിഷൻ, പെർസെന്റേജ് ഫോർ റിമൈൻഡർ. പെർസെന്റേജ് ഇസ് ആക്ച്വലി കോൾഡ് മോഡുലസ് ഓപ്പറേറ്റർ. ഇവിടെ കണ്ടോ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ അത് എന്നാന്ന് ചോദിച്ചാൽ എറർ കാണിച്ചതെന്നു വെച്ചാൽ 5.2 ഡിവൈഡഡ് ബൈ 3.2 അങ്ങനെ ചെയ്താൽ എറർ വരുമല്ലോ, അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇൻറ്റു 10 ഒക്കെ വെച്ച് ഡിവിഷനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ വെച്ച് നമ്മൾ തുല്യമാക്കിയിട്ടൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്റിജർ നമ്പേഴ്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് ഡിവിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വന്നിട്ട് നമുക്ക് നമ്പർ പേഴ്സൺ, ഇപ്പൊ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, 5 നം2 എന്ന് പറയുന്നത് 5 ആണ്. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത്? 0 അല്ലേ കിട്ടുന്നത്. സോ അതാണ് പെർസെന്റേജ് എന്ന് പറയുന്നത് 0 ഡിസ്പ്ലേ ചെയ്യും. അതേസമയം ഇവിടെ നോക്കിക്കേ, ഞാനൊരു ഇവിടെ ഞാൻ സ്ലാഷ് ഇട്ടേക്കുന്നെങ്കിൽ എന്തൊരു ഉത്തരം 10/5 ചെയ്തിട്ട് എനിക്ക് ഉത്തരം എന്തൊരു 2.0 എന്ന് വരും. അതായത് കോഷ്യൻ പോർഷനിൽ വരുന്ന പോയിന്റ് ഉൾപ്പെടെ വരും. ഓക്കെ, അതേസമയം ഡബിൾ സ്ലാഷ് ആണെങ്കിലോ, ഡബിൾ സ്ലാഷ് ആണെങ്കിൽ നമുക്ക് പോയിന്റ് പോർഷൻ മാറി കിട്ടും. ഇത് തന്നെ എനിക്ക് എന്ത് വന്നു, ഓ ഡബിൾ സ്ലാഷ് ഇല്ലെന്തോ.
ഓ, ഡബിൾ സ്ലാഷ് ഇനി എടുക്കത്തില്ല. ഡബിൾ സ്ലാഷ് ഇല്ല, പൈത്തണില്ല ഡബിൾ സ്ലാഷ്. ഓക്കെ, എത്രേ ഉള്ളൂ. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ്, മൈനസ്, ഏതൊക്കെയാ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്? അരിത്തമെറ്റിക് operators are plus, minus, slash, okay, star for multiplication, then modulus division for remainder. ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഈക്വൽസ് എന്ന് പറയുന്നത് എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇത് സിമ്പിൾ ആണ്. നമ്മൾ മോഡുലസ് നം 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇത് കമന്റ് ലൈനിൽ എഴുതണം. ഉമ്മ അങ്ങനെ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുക്കാനൊന്നും, ഇത് കമന്റ് ലൈൻ എടുക്കാൻ പാടില്ല. കണ്ടോ? 10/5 വരുമ്പോൾ റിമൈൻഡർ എനിക്ക് ഇത്ര 0 ആയി കിട്ടുന്നത്. അപ്പൊ ഇതാണ് എന്ത്, ഒരു സാധാ പ്രോഗ്രാം. ഇതൊരു അരിത്തമെറ്റിക്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കും റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ഔട്ട്, റൈറ്റ് എ സി പ്രോഗ്രാം കാൽക്കുലേറ്റർ ടു ഇംപ്ലിമെന്റ് കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇൻപുട്ട്, 2 ഇൻപുട്ട് ഉണ്ട്. 2 ഇൻപുട്ട് ഇന്റിജർ ആയിട്ട് വേണം ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ വേരിയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? 2 ഇൻപുട്ടിന്റെ ആഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, സ്റ്റാർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് അതെല്ലാം സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം ഇതേപോലെ. ഓക്കെ, അപ്പോ അതാണ് ബേസിക്സ്. ഡേറ്റ ടൈപ്പ് പഠിച്ചു, അസൈൻമെന്റ് ഓപ്പറേറ്റർ പഠിച്ചു, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. പെർസെന്റേജ് എഫ് ഈസ് എ ഫോർമാറ്റ് സ്പെസിഫയർ ഫോർ ഫ്ലോട്ട് വാല്യൂ. പെർസെന്റേജ് ഡി ഈസ് എ ഫോർമാറ്റ് സ്പെസിഫയർ ഫോർ ഇന്റിജർ വാല്യൂ. ഇത്രയും സാധനങ്ങൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ഇത്രയൊന്ന് ആരെങ്കിലും സിസ്റ്റം ഉണ്ടെന്നാണ് ഓൺലൈൻ കമ്പനിയിൽ ഈ കാൽക്കുലേറ്റർ പ്രോഗ്രാം ചെയ്ത് അതിന്റെ റിസൾട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോ വരാം, വെള്ളം കുടിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ പോവാം. ഓക്കെ.
ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് കുറെ തിയറി പോർഷൻസ് നമ്മൾ പഠിച്ചത് എന്നായിരുന്നു? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ഡിക്ലറേഷൻ പാർട്ട്, ഏതൊക്കെയാണ് ഡിക്ലറേഷൻ, ഇൻഡിജർ, ഫ്ലോട്ട്, ഇങ്ങനെയൊക്കെ പഠിച്ചു. ഇനി ഒരു സാധനം കൂടെ പഠിപ്പിച്ചു തരാം. ക്യാർ. ക്യാർ എക്സ് ഇസ് ഇക്വൽ ടു കട്ടോ ഇങ്ങനെ കൊടുത്തു. എനിക്ക് എന്ത് വേണേലും ഇവിടെ കൊടുക്കാം, ജി. കണ്ടോ? അപ്പൊ എനിക്ക് അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? പ്രിന്റ് എഫ് വേണമല്ലോ, ഔട്ട്പുട്ട് സ്ക്രീനിൽ വരണമെങ്കിൽ പ്രിന്റ് എഫ് വേണം. ഓക്കെ, അപ്പൊ എക്സിൽ എന്തിരിപ്പുണ്ട്? എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടായി, 1 ബൈറ്റ് സ്പേസ് ഇസ് നീഡഡ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ അർത്ഥം. അതായത് ക്യാർ എക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് എന്താണ്? ക്യാർ ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. അപ്പൊ ഒരു പെട്ടി ഉണ്ടായി, അതിന്റെ പേരാണ് എക്സ്. അതിനൊരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്, എന്തോ ആയിക്കോട്ടെ. 1 ബൈറ്റ് സ്പേസ് അലോട്ടായി. ഇവിടെ എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. ഇവിടെ വെച്ചിരിക്കുന്ന ക്യാരക്ടർ ഏതാ? കൊട്ടേഷൻ മാർക്ക് ഞാൻ എന്ത് വെച്ചു? ജി ആ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? ജി ഇവിടെ വന്ന് വരും. അപ്പൊ ക്യാരക്ടറിന് വേണ്ടി നമുക്കൊരു ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ട്, %C. കണ്ടോ? കോമ, %C കോമ. ഇത് എവിടെയായിരിക്കുന്നത്? എക്സിനകത്തായിരിക്കുന്നത്. കണ്ടോ? സെമി കോളൻ. ഇപ്പൊ എന്ത് വരും? ആ എക്സി വെച്ചിരിക്കുന്ന ജി വരുന്ന കണ്ടോണം. സെമി കോളൻ ഇട്ടല്ലോ, എക്സ് ഇട്ടല്ലോ. ഇത് ഇവിടെ അല്ലേ എഴുതണ്ടേ? ഇവിടെ അല്ല, ഡിക്ലറേഷൻ പാർട്ടിലല്ലേ എഴുതുന്നത്? ഇതല്ലേ ഡിക്ലറേഷൻ. ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് അസൈൻമെന്റ് എഴുതിയുണ്ട്. ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂഷൻ പാർട്ട്, അങ്ങനെയല്ലേ പറഞ്ഞത്? ഓ, ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്തു, then അതിന് ശേഷം എക്സ് ഇസ് ഈക്വൽ ടു കൊട്ടേഷൻ ജി, ഇങ്ങനെ എഴുതും. അങ്ങനെ ടുഗദർ എഴുതാൻ പറ്റത്തില്ല. വാട്ട് ഈസ് ദിസ്? char x is equal to enter %C, comma, x. return 0 വേണം. അതിനാന്ന് വെച്ചാൽ ചില കമ്പൈലർ ഡബിൾ കോഡ്സ് എടുക്കത്തില്ല. ഇത് കണ്ടോ? ക്യാരക്ടർ ഇത് ഡബിൾ കോഡ്സ് കൊടുക്കാം. ഇത് ടർബോസിയിലൊക്കെ ഡബിൾ കോഡ്സിൽ എടുക്കും. ഇത് ഓൺലൈൻ സി കമ്പൈലർ ആയതുകൊണ്ടാണ്. കൊട്ടേഷനകത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറുടെ ജി അല്ലേ, ജി എക്സിലേക്ക്, അതായത് 1 ബൈറ്റ് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ആയി. ആ സിംഗിൾ കോഡ്സ് കൊടുത്തപ്പോൾ ഇത് വർക്കായി. ഓക്കെ, നമുക്ക് സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ കൊടുക്കാം, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇത് ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പൈലർ. ഇപ്പൊ ഇവിടെ സിംഗിൾ കോഡ്സ് കൊടുത്തോണ്ടാണ് ഇത് എടുക്കാഞ്ഞത്. ഇത് കണ്ട, അല്ല, ഡബിൾ കോഡ്സ് കൊടുത്തോണ്ടാണ് ഇത് എടുക്കാഞ്ഞത്. സിംഗിൾ കോഡ്സ് കൊടുത്താൽ മതി. ഇത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത് കണ്ടോ? ജി വരും. ഇത് ന്യൂ ലൈനിൽ ഇട്ടാൽ മതി. ഇവിടെ റിസൾട്ട് ഉണ്ടല്ലോ, ന്യൂ ലൈൻ. ഓക്കെ, ജി ഡിസ്പ്ലേ ആയി. ഓക്കെ,
അപ്പോ പിന്നെ ഇനിയിപ്പോ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോ ഇവിടെ ഇപ്പം രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തു. ഇപ്പൊ ഈ ഇത്ര മതി നമുക്ക് ഇവിടെ ഇത്ര ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തന്ന. ബൂലിയൻ ഉണ്ട്. ബൂലിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫോൾസ് ആണ്. ഓക്കെ, ബൂലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാനിവിടെ എഴുതാ ഇവിടെ ബൂലിയൻ അല്ല ബൂൽ ബൂൽ ഇസ് എ കീവേഡ്. ബൂൽ എ. ഓക്കെ, ഓക്കെ. ഇപ്പൊ ബൂലിനകത്ത് നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് വെക്കുന്നത്. അതായത് നമുക്ക് ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് വേണം. അത് പിന്നെ പഠിപ്പിക്കാം. ഞാൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്കിനും അത് പറഞ്ഞുതരാം. ഓക്കെ, തൽക്കാലം ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതാം. ബൂൽ എഴുതാം. പിന്നെ ഇന്റെ ക്യാർ ഉണ്ടായിരുന്നു, ക്യാർ എഴുതി. എക്സ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ബേസിക് ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാ? ഫ്ലോട്ട് ഡി. കണ്ടോ? പിന്നുള്ളത് ഡബിൾ ആണ്. കണ്ടോ? ഡബിൾ ഈസ് എ കീവേഡ്. ഡബിൾ ഇതെന്നാന്ന് വെച്ചാൽ ഡബിൾ എന്ന് പറഞ്ഞാൽ ലോങ് ഫ്ലോട്ട് നമ്പേഴ്സ് ആണ് ഡബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ഡേറ്റ ടൈപ്സ്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഇത് ഡിക്ലറേഷനും എക്സിക്യൂഷനും ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുക num1 is equal to 10. ഓക്കെ, num2 is equal to 3. ഇങ്ങനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു എക്സ്പ്രഷൻ ഇട്ടു. എന്താണ് ഇപ്പൊ നമ്മിനകത്തോട്ട് num1 പ്ലസ് num2 എന്ന് കൊടുത്തു. ഓക്കെ, നം എന്ന് പറയുന്നത് എന്തായിട്ട് ഡിക്ലെയർ ചെയ്ത്? ഡബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ നം ഇവിടെ കൊടുത്തത് ഡബിൾ വേണ്ട, ഫ്ലോട്ട് മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പം ഇവിടെ ഞാനാണെങ്കിൽ ഇതും കളഞ്ഞു. എന്റെ പ്രോഗ്രാം ഇതാണ്. സം ഓഫ് ടു നമ്പേഴ്സ്. ബൂലൊക്കെ വന്നു ഇവിടെ. STD ബൂൽ വേണം. കണ്ടോ? ഈ സാധനം ഉണ്ടെങ്കിലേ ബൂൽ എടുക്കത്തുള്ളൂ. ലൈബ്രറി, ബൂലിന്റെ ലൈബ്രറി ആയത്. ഇത് വേണ്ട, ഇത് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഇവിടെ എന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റും പോയെന്ന് തോന്നുന്നു. ഓക്കെ, റൺ. കണ്ടോ? ഇത് ചുമ്മാ സിമ്പിൾ. രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ നമുക്ക് രണ്ട് ഇൻഡിജർ നമ്പർ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ num1ഉം num2ലും വാല്യൂ അസൈൻ ചെയ്തു. നം ഇസിക്കൽ ടു num1 പ്ലസ് num2 റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു. ഇത്രേ ഉള്ളൂ. പക്ഷെ ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയാ വർക്ക്? ഇതൊന്നും വേണമെന്നില്ല. ഇത് ഞാൻ ഡിക്ലറേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ബൂൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണമെങ്കിൽ വി നീഡ് അനദർ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫയൽ std bool.h. ഓക്കെ, അപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് ഇവിടെ ഈ പ്രോഗ്രാം 10ഉം 3ഉം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, എനിക്കെന്ന് വെച്ചാൽ എന്ത് നമ്പർ കൊടുത്താലും വർക്ക് ചെയ്യണം. ഷുഡ് വർക്ക് ഫോർ എനി ഇൻപുട്ട്. സോ to work for any input we need input function. Okay, so why do we need input function? അതായത് after you run the code, the program should ask you to enter your first number, enter the second number. അങ്ങനെ dynamically during the runtime I need to enter the values. Okay, അപ്പം ഇൻപുട്ട് ഫംഗ്ഷൻ എന്തിനാന്ന് ചോദിച്ചാൽ, ബിക്കോസ് നിങ്ങൾക്ക് ലിമിറ്റേഷൻ മനസ്സിലാവുന്നുണ്ടോ? ദിസ് പ്രോഗ്രാം വർക്ക്സ് ഓൺലി ഫോർ 10 and 3. ദ വാല്യൂസ് ഐ ഹാവ് ഗിവൺ ആർ 10 and 3. സോ 10 + 3 ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും 13 തന്നെയായിരിക്കും. ഇനി വേറെ വാല്യൂ വേണമെങ്കിൽ ഞാൻ അവിടെ മാനുവലി ഇവിടെ മാറ്റി കൊടുക്കണം. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാൽക്കുലേറ്റർ കൊടുക്കുമ്പോൾ കാൽക്കുലേറ്ററിനകത്ത് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കരുതോ? അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാല് ടു work with any values during runtime. അതായത് നിങ്ങൾ ഈ ഔട്ട്പുട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളോട് ചോദിക്കണം. ഔട്ട്പുട്ട് സ്ക്രീനിൽ നിങ്ങളോട് ചോദിക്കണം എന്ത്? ഇവിടെ ഇങ്ങനെ ചോദിക്കണം, ആദ്യത്തെ നമ്പർ തരൂ, രണ്ടാമത്തെ നമ്പർ തരൂ, മൂന്നാമത്തെ നമ്പർ തരൂ, അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ നമ്മൾ എന്ത് എഴുതണം? ഇൻപുട്ട് ഫംഗ്ഷൻ എഴുതണം. സോ ഇൻപുട്ട് ഫംഗ്ഷൻ പഠിച്ചില്ലല്ലോ. സ്കാൻഎഫ് ആണ് ഇൻപുട്ട് ഫംഗ്ഷൻ. കണ്ടോ? ഇങ്ങനെ ഇരിക്കും.
അപ്പൊ ഞാൻ എന്തൊക്കെ നമ്പറാ ഇൻപുട്ട് ചെയ്യുന്നത്? ഇത് ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചാ എഴുതാൻ പോകുന്നത്. നം1 ഇൻപുട്ട് ചെയ്യണം, നം2ലേക്ക് വാല്യൂ വന്ന് വേണം. നം1 എന്തായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഇന്റിജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്റിജറിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %d ഇങ്ങനെയാണ് എഴുതുന്നത്. സ്പേസ് നം2 എന്താണ്? അനദർ ഇന്റിജർ നമ്പർ, ബിക്കോസ് നം2 is also declared as integer %d. ഓക്കെ, കോമ ഇത് എന്ത് ചെയ്യണം? ഇന്റ് നം1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു 2 byte സ്പേസ് മെമ്മറി ഉണ്ടായി, അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്, ഒരു അഡ്രസ് ഉണ്ട്. ഞാൻ 2000 2005 എന്നൊക്കെ പറഞ്ഞ പോലെ അവിടേക്ക് പോയി വീഴണം. അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആംബർസെന്റ് ആണ്. നം1 കോമ ആംബർസെന്റ് നം2. കണ്ടോ? ഇപ്പൊ എന്താ സംഭവിച്ചത്? %d എന്ന് പറഞ്ഞപ്പോ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാ, ഞാൻ ഇങ്ങനെ എഴുതി. അതായത് എന്റെ പ്രോഗ്രാമിൽ ഞാൻ ഇങ്ങനെ എഴുതി, ഞാൻ ഇന്റ് എ അല്ല ഇന്റ് നം1 എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു 2 byte സ്പേസ് ഉണ്ടായല്ലോ ഇവിടെ. അതിന്റെ പേരാണ് എന്ത്? എ. ഇതിനൊരു ലൊക്കേഷൻ ഉണ്ട്, സപ്പോസ് 2000 എന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ ഇവിടെ പറയുവാണ്, ഇപ്പൊ എനിക്കൊരു മെസ്സേജ് വേണം. മെസ്സേജ് ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ എനിക്ക് എന്ത് എഴുതിയാൽ മതി? പ്രിന്റ് എഴുതിയാൽ മതിയല്ലോ. എന്റർ ഇൻ ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇത് കൊട്ടേഷനിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? ഇതേപോലെ അവിടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കും. എന്നോട് പറയാം എന്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എടുക്കണം എന്നുണ്ടേ ഞാൻ എന്നെ എഴുതണം, സ്കാൻഎഫ് എഴുതണം. ഓക്കെ, സ്കാൻഎഫ് എങ്ങനെ എഴുതുന്നേ? %d ഞാൻ എഴുതുവാണ്. ഓക്കെ, എന്ത് ചെയ്യുക? ആംബർസെന്റ് എ എന്ന് പറഞ്ഞാൽ, ആംബർസെന്റ് എ എന്ന് പറയുന്നത് ഈ 2000 ഈ അഡ്രസ്സിലേക്ക് ഒരു ഇന്റിജർ നമ്പർ പോയി വീഴട്ടെ എന്നാണ് അർത്ഥം. ഞാൻ ഒരു ഇന്റിജർ നമ്പർ ഇട്ടു 50. ഇപ്പൊ റൺ ടൈമിൽ എന്റർ ദ നമ്പർ, ഞാൻ ഒരു നമ്പർ കൊടുത്തു. ഇതുമാതിരി തന്നെ പ്രിന്റ് എഫ് എന്റർ ദ സെക്കൻഡ് നമ്പർ, സ്കാൻഎഫ് %d കോമ ഇന്റ് ബിക്ക് വേണ്ടി ആംബർസെന്റ് ബി. അപ്പൊ ആ 2 byte മെമ്മറി സ്പേസിൽ അതിവിടെ 2050 ആണെന്നിരിക്കട്ടെ, 2050ലേക്ക് ഒരു ഇന്റിജർ നമ്പർ കൂടെ പോയി വീണോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ആ അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണിത്. നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിലും എഴുതാം, %d ആംബർസെന്റ് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ ഒരുമിച്ച് കൊടുക്കുന്നില്ല, സെപ്പറേറ്റ് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. അതായത് റൺ ചെയ്ത് കഴിയുമ്പോ എന്നോട് ചോദിക്കണം എന്ത്? പ്രിന്റ് എഫ് എന്ത്? എന്റർ ദ ഇൻ ഫസ്റ്റ് നമ്പർ ഇങ്ങനെ എഴുതി കൊടുക്കണം, ഫസ്റ്റ് നമ്പർ. അപ്പൊ അത് ഡിസ്പ്ലേ ചെയ്ത് വരും, എന്റർ ദ ഫസ്റ്റ് നമ്പർ. ഇനി ഫസ്റ്റ് നമ്പർ നം1ലാണല്ലോ ഇരിക്കുന്നത്, കോമ ആംബർസൺ നമ്പർ. കണ്ടോ? ഇത് മാതിരി തന്നെ പ്രിന്റ് എഫ് എന്റർ ദ സെക്കൻഡ് നമ്പർ. പിന്നെ ഞാൻ മെസ്സേജ് എന്താക്കി? സെക്കൻഡ് നമ്പർ. അയ്യോ, എന്ത് സംഭവിച്ച? ഇവിടെ എന്ത് വരണം? എന്റേത് സെക്കൻഡ് നമ്പർ. അപ്പൊ സെക്കൻഡ് നമ്പർ ഏതാ? നം2ലല്ലേ? അപ്പൊ അതെന്തായിട്ടായിരിക്കുന്നത്? സ്കാൻഎഫ് ഈ സിന്റാക്സ് പഠിച്ചോണം. ഇന്റിജർ ടൈപ്പ് ആണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാ? %d ഓക്കെ കോമ ആംബർസെന്റ് നം2. കണ്ടോ? അപ്പൊ 2 നമ്പർ റീഡ് ചെയ്യും. എന്നിട്ട് ആ റീഡ് ചെയ്ത നമ്പർ വെച്ചിട്ട് നം ചെയ്തോളും. റൺ ചെയ്ത് നോക്കാം. എന്റർ ദ ഫസ്റ്റ് നമ്പർ ഇവിടെ എത്തി. ഇപ്പൊ ഞാൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇൻപുട്ട് കൊടുക്കാനർത്ഥം. ഇൻപുട്ട് ഫംഗ്ഷൻ അടുത്ത സ്കാൻഎഫ് കണ്ടോ? അതുള്ളത് കൊണ്ടാണ് ഈ ഇൻപുട്ട് തരൂ ഇഷ്ടമുള്ള ഇൻപുട്ട് കൊടുക്കാം. 87. അപ്പൊ അത് അടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, എന്റർ ദ സെക്കൻഡ് നമ്പർ ഡ്യൂറിംഗ് ദ റൺ ടൈം ഇറ്റ് ഈസ് എക്സ്പെക്ടിങ് എൻ ഇൻപുട്ട്. എനിക്ക് അടുത്ത നമ്പർ കൊടുക്കാം 10. കണ്ടോ? റിസൾട്ട് ഈസ് 87 + 10 97. ഇനി ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുമ്പോൾ ഇറ്റ് വർക്ക്സ് ഓൺ ദ ഇൻപുട്ട് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് നെക്സ്റ്റ് 90. Is going to give 100. See, the answer is 190. It deals with 90 and 100. So input function എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്കാൻഎഫ് ആണ്. അതിനകത്ത് %d എന്താണ്? ഫോർമാറ്റ് സ്പെസിഫയർ, ബിക്കോസ് ഫോർ ദ ഇന്റിജർ നമ്പർ. നം1നെ ഞാൻ ഇന്റിജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. സോ ഇന്റിജറെ കൊണ്ടിടാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ഫ്ലോട്ട് എന്നാ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? %f കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റൺ.
Enter the first number, 34.5. Because it has been declared as it is already declared as float. Enter the second number, integer number ആണ്. അപ്പൊ integer കൊടുക്കാൻ പാടുള്ളൂ. കണ്ടോ? 34.5 plus 23, 57.5 ആൻസർ കിട്ടി. മനസ്സിലായോ? ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി വേറൊരു പ്രോഗ്രാം. ഒരു ക്യാരക്ടർ റീഡ് ചെയ്യണമെങ്കിൽ ഡിക്ലെയർ ചെയ്യണമേ ക്യാരക്ടർ എക്സ്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, പ്രിന്റ് എഫ്. ഓക്കെ, എന്റർ ദ ആൽഫബറ്റ് കൊടുത്തു. ഇഷ്ടമുള്ള ആൽഫബറ്റ് കൊടുക്കാം, അത് പ്രിന്റ് ചെയ്ത് വരും. അതിന് ഞാൻ എന്ത് ചെയ്യണം? സ്കാനഫ് എഴുതണം. ഇൻപുട്ട് സ്റ്റേറ്റ് സ്കാനഫ്. ഫോർമാറ്റ് സ്പെസിഫൈഡ് പെർസെന്റേജ് സി ആണ്. കോമ ആംബ്രസൻ എങ്ങോട്ട് പോകണം? എക്സിലേക്ക് പോകണം. ഓക്കെ, എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് വരും. നോക്കാം. എന്റർ ദ ആൽഫബറ്റ്. ഞാനൊരു ആൽഫബറ്റ് ചുമ്മാ കൊടുക്കുക, ടി. ഓ വേണ്ട, വൈ. കണ്ടോ? വൈ ഡിസ്പ്ലേ ചെയ്ത് വന്നു. കണ്ടോ? വൈ ഈസ് ടേക്കൺ ആസ് എ ക്യാരക്ടർ ഇറ്റ്സെൽഫ്. വൈ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. മനസ്സിലായോ? അപ്പോ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാന്ന് ചോദിച്ചാല് ബേസിക് ഡേറ്റ ടൈപ്സ്. സോ വാട്ട് ഈസ് എ ഡേറ്റ ടൈപ്പ്? ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത്. അപ്പൊ നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ നിങ്ങൾ നമ്പറുമായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് നമ്പർ നിങ്ങളുടെ ഇൻപുട്ട് നമ്പർ ആണ്. സോ നമ്പർ ക്യാൻ ബി ഇന്റിജർ, ഡെസിമൽ, കോംപ്ലെക്സ്, ബൂലിയൻ, എനിത്തിങ്. For integer numbers, we use a keyword int. In a C program, we have declaration part and execution part inside the main program. Main is a function-oriented programming language, procedure-oriented programming language. Why it is called a procedure-oriented programming language? C is called a procedure-oriented language because every program is written as a procedure. We can have multiple procedures in a C program, and in the C program, we have declaration part and execution part. So C program begins with the main function and opening curly brace and ends with the closing curly brace. We have preprocessor directives, that is hash include stdio.h. What is preprocessor directive? Before you process the program, before you start to execute the program, some standard library functions should be included in the program. So for example, stdio represents a standard library, standard input-output library. It has a predefined meaning of printf, scanf, input-output functions. .h means it is a header file. Hash include stdio.h, it is preprocessor directives. Before you process the program, you are including library files into the program. Okay, understood. So we have declaration part and execution part. Declaration part, we have to declare your data type, whether it belongs to integer type or float type or character type. Okay, the format specified for integer is %d. The format specified for floating point is %f, and output function is printf statement, and input function is scanf statement. So why do we need scanf statement? This is actually runtime initialization. That is, after you run the code, it is asking you to enter your input. Okay, based upon the declaration, you are going to enter your input. So that is what it happened. This is called actually runtime initialization. That is, the value of x changes when you run the code. This is called a very important runtime initialization. Because when you run the code, you are initializing your x with some alphabet y. When you run the code again, you're going to initialize your x with the alphabet z. Okay, e, anything it will work. Okay, but what is compile time initialization? When the declaration part itself, you are going to assign something. So, char f is equal to single quotational j and edit. Declaration part itself, I am assigning the variable f with the value j. Or, here in the declaration part itself, you are assigning num1 is equal to 10, num2 is equal to 3. It is not asking for you to enter the numbers, enter two numbers. Okay. Random number enter it works with only with 10 and 3. That is compile time initialization. For runtime initialization, you use scanf function so that any number can be read into num1, and any number floating point number can be read into num1, and any integer number can be read into num2. Num2 can hold any integer number. For any integer number. So you run the code, you are assigning your variable num2 with the value after you run the code. That is called a runtime initialization or dynamic type initialization.
ഓക്കെ, ഇത്രയൊക്കെ പഠിച്ചിട്ട് വന്നാൽ നാളെ പഠിപ്പിക്കുന്ന കുറെയൊക്കെ മനസ്സിലാവും. ഓക്കെ.